ഹായ് ഗൈസ് വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കളർ ഗ്രേഡിൻ്റെ ഒരു കാര്യമാണ്. ഞാൻ കളർ ഗ്രേഡിൻ്റെ കുറച്ച് വീഡിയോസ് ആയിട്ടുള്ളൂ. ഞാൻ ഒരു അഡ്വാൻസ് ഫുൾ കളർ ഗ്രേഡ് എങ്ങനെ പ്രോപ്പറായിട്ട് കളർ ഗ്രേഡ് ചെയ്യാന്നുള്ള വീഡിയോ വരുന്നുണ്ട്. സോ അപ്പം ചെറിയ വീഡിയോസൊക്കെ അതിന് മുമ്പ് ഇടുവാണ്. സോ നിങ്ങൾക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് ലട്ട് ഉപയോഗിക്കാമെന്നറിയാമോ? സോ ഞാൻ ഇന്നെങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ലട്ട് ഉപയോഗിക്കാമെന്ന് കാണിച്ചു തരാം. നമ്മൾ കറക്റ്റ് CST, നമ്മൾ IDTയും ODT അതൊക്കെ എന്താ ഞാൻ പറയുന്നതായിരിക്കും. സോ അതെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ലട്ട് അപ്ലോഡ് ചെയ്യും. സോ ഇതെങ്ങനെ ചെയ്യാമെന്ന് വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. സോ അതിനെ അധികം പറഞ്ഞ് ഏൽപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡവഞ്ചേരി സോണിൻ്റെ കളർ പേജിലേക്ക് വന്നിട്ടുണ്ട്. സോ നിങ്ങൾ കളർ പേജ് ഓപ്പൺ ആക്കുമ്പോൾ ഇതാണ് കാര്യം കാണുന്നത്. നിങ്ങൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ കളർ ഗ്രേഡിങ് കാര്യങ്ങളൊക്കെ ചെയ്തത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ലെറ്റ് എങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത് മാത്രം പറയുകയാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ ഇത് നോഡെന്നാണ് പറയുന്നത്. അപ്പം നോഡ് എന്താണെന്ന് ജസ്റ്റ് ഒട്ടും അറിഞ്ഞിടത്തവർക്ക് ഞാൻ ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടിയിട്ട് നമ്മൾ ലെയർസ് ക്രിയേറ്റ് ചെയ്തില്ലേ, അത് ഓരോ ലെയർസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, നമുക്ക് മൊത്തം ലെറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഒരു 3 നോഡ് വേണം. സോ നിങ്ങൾ കീബോർഡിൽ ഓപ്ഷൻ എസ് അല്ലെങ്കിൽ ഓൾട്ട് എസ് അടിക്കുകയാണെങ്കിൽ നോഡ് ക്രിയേറ്റ് ആവുന്നതാണ്. ജസ്റ്റ് 3 നോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യത്തെ നോഡിന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ലെറ്റ് അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇപ്പോൾ നമ്മൾ ഡവഞ്ചിയിൽ ഇപ്പം ജസ്റ്റ് ക്ലിപ്പ് ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഡവഞ്ചിക്ക് അറിയത്തില്ല ഇത് ഏത് ലോഗാണ്, ഒരു ഇൻഫോർമേഷൻ ഒന്നുമില്ല. സോ ഒരു ഇൻഫോർമേഷനായിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ആദ്യം ഏത് ക്യാമറ നിന്നാണ് ഷൂട്ട് ചെയ്തത്, ഏത് ലോഗാന്നൊക്കെ നമുക്ക് കൊടുക്കണം. നമുക്ക് കളർ സ്പേസ് ട്രാൻസ്ഫോം എന്ന സംഭവമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു IDTയും ODTയും ഒക്കെ എന്താണെന്ന് പറഞ്ഞു തരാമെന്ന്. വേറെ ഒന്നുമല്ല, IDT എന്ന് വെച്ചാൽ ഇൻപുട്ട് ഡിവൈസ് ട്രാൻസ്ഫോം, ODT എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് ഡിവൈസ് ട്രാൻസ്ഫോം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഇൻപുട്ട് ഡിവൈസ് ട്രാൻസ്ഫോം ചെയ്യാം. സോ അതിനായിട്ട് ഞാൻ അതിനെ സെലക്ട് ചെയ്ത് ഇവിടെ എഫക്റ്റിൽ വന്ന് ഇവിടെ കണ്ടു കളർ സ്പേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ് എടുക്കാം. നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്താലും മതി കളർ സ്പേസ് ട്രാൻസ്ഫോം. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം എഫക്റ്റ് ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും കാണുന്നത്. കുറച്ച് സ്ക്രോൾ ചെയ്ത് വരുവാണെങ്കിൽ ഇവിടെ കളർ സ്പേസ് ട്രാൻസ്ഫോം കിടക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾ നേരെ അതിനെ സെലക്ട് ചെയ്ത് നമുക്ക് ഡ്രാഗ് ചെയ്ത് നമ്മൾ ആദ്യത്തെ നോഡിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യണം. ഇൻപുട്ട് കളർ സ്പേസിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഏത് ക്യാമറയാണ് ഷൂട്ട് ചെയ്തത്, ഇപ്പോൾ സോണി ആണെങ്കിൽ സോണി കൊടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് മാജിക് ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് ഞാൻ നേരെ ഇവിടെ ബ്ലാക്ക് മാജിക് ഡിസൈൻ വൈഡ് ഗാമ ജെൻ 4/5 കൊടുക്കുവാണ്. ഇനി ഇൻപുട്ട് ഗാമയിൽ നമ്മൾ ബ്ലാക്ക് മാജിക് ഡിസൈൻ ജെൻ 5 ആണ് വേണ്ടേ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഞാൻ ഡവഞ്ചി റിസോൾവിൻ്റെ കളർ സ്പേസിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. സോ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഡവഞ്ചി വൈഡ് ഗാമേറ്റ്, അതേപോലെ ഔട്ട്പുട്ട് ഗാമയിൽ ഡവഞ്ചി ഇൻ്റർമീഡിയറ്റ്. നിങ്ങൾ ഈ സെറ്റിങ്സ് ഓർത്ത് വയ്ക്കുക. ഈ ഫസ്റ്റത്തെ 2 സെറ്റിങ്സ് നിങ്ങളെ ക്യാമറ ബേസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. ബാക്കിയെല്ലാം നിങ്ങൾ സെയിം ആയിട്ട് ചെയ്താൽ മതി. നമ്മൾ ഇൻപുട്ട് ഡിവൈസ് ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസ് ട്രാൻസ്ഫോം ചെയ്യാം. സോ നമുക്ക് മറന്നു വരിക വേണ്ടി നമുക്കൊന്ന് ലേബിൾ ചെയ്യാം. സോ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നോഡ് ലേബിളിൽ നമുക്ക് IDT എന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാതെ നമ്മൾ ഇൻപുട്ട് ഡിവൈസ് ട്രാൻസ്ഫോമിനാണ് ആ നോഡ് ചെയ്തിരിക്കുന്നതെന്ന്. ഇനി നിങ്ങൾ അടുത്ത നോഡിലോട്ട് വന്ന് നമ്മൾ ജസ്റ്റ് അതും കൂടി ഞാൻ ഒന്ന് ലേബിൾ ചെയ്യുവാണ് ODT. ഓക്കെ, ഇനി നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസ് ട്രാൻസ്ഫോം ചെയ്യാം. സോ അതിനായിട്ട് രണ്ടാമത്തെ നോഡിനെ സെലക്ട് ചെയ്ത് വീണ്ടും നിങ്ങൾ എഫക്റ്റ് സെലക്ട് ചെയ്ത് ഇതുപോലെ കളർ സ്പേസ് ട്രാൻസ്ഫോം നേരെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ കഴിഞ്ഞ നോഡിൽ, അതായത് നമ്മൾ ഇൻപുട്ട് ഡിവൈസ് ട്രാൻസ്ഫോമിൽ ഞാൻ കൺവേർട്ട് ചെയ്ത് ഡവഞ്ചി വൈഡ് ഗാമറ്റ് ഡവഞ്ചി ഇൻ്റർമീഡിയറ്റ് ഇല്ലേ. സോ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കണം. സോ ഇവിടെ ഞാൻ ഡവഞ്ചി വൈഡ് ഗാമറ്റ് ഇട്ട് കൊടുത്തു, അതുപോലെ ഡവഞ്ചി ഇൻ്റർമീഡിയറ്റ്. ഓക്കെ, ഇനി നമ്മൾ ഔട്ട്പുട്ട് കളർ സ്പേസിൽ നമ്മൾ റെക്സ് 709ലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഈ റെക്സ് 709 എന്താണെന്ന് ആർക്കും അറിയത്തില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. കളറിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് വെർഷൻ ഉണ്ട്, അതാണ് ഈ റെക്സ് 709 എന്ന് പറയുന്നത്. സോ അപ്പോൾ അത് നിങ്ങൾ ഈ ഒരു വെർഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ കളർ ഗ്രേഡ് ചെയ്യുന്ന ലാപ്ടോപ്പിലാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു സ്ക്രീൻ നോക്കുമ്പോഴത്തേക്ക് കളർ വ്യത്യാസമായിട്ട് തോന്നത്തില്ല. ഏകദേശം ഒരു മാച്ച് കിട്ടാനായിട്ടാണ് നമ്മളൊരു ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു റെക്സ് 709 കളർ സ്പേസ് ഉപയോഗിക്കുന്നത്. സോ ഞാൻ തന്നെ ഇവിടെ റെക്സ് 709 സെലക്ട് ചെയ്യുകയാണ്. ഇനി നിങ്ങൾ ഔട്ട്പുട്ട് ഗാമയിൽ നിങ്ങൾ ഗാമ 2.4 കൂടെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഫുള്ളി ഇപ്പോൾ ലോഗ് ഫുട്ടേജ് നമ്മളൊന്ന് മാറ്റിയിട്ട് നമുക്ക് ഇത്രയൊന്ന് ഓഫാക്കിയിട്ട് കാണിച്ചു തരാം. ഉണ്ടോ, ഇപ്പോൾ ഞാൻ അത് ഓഫാക്കുമ്പോഴത്തേക്ക് ലോഗായിട്ടിരുന്ന ഫുട്ടേജ് നമ്മൾ ഫുള്ള് മാറ്റിയിട്ട് നമ്മളിപ്പം ലോഗ് കൺവേർട്ട് ചെയ്ത് ഒരു വീഡിയോ ഫോർമാറ്റിലേക്ക് ഒരു ലോഗ് ഫുട്ടേജ് നമ്മൾ കളർ ചെയ്ത് ഇപ്പോൾ വീഡിയോ എങ്ങനെയാണോ ലോഗ് അല്ലാതെ ഷൂട്ട് ചെയ്യുന്നത് അതുപോലെ നമ്മൾ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ലട്ട് ആഡ് ചെയ്യാം. സോ ലട്ട് ആഡ് ചെയ്യുന്നതിനായിട്ട് ഞാൻ എപ്പോഴും ODT കഴിഞ്ഞാണ് ലട്ട് ആഡ് ചെയ്യുന്നത്. സോ ഇവിടെ നിങ്ങളൊരു കാര്യം കൂടെ ചെയ്യണം. ഈ ലട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളിവിടെ ഗാമ 2.4 കൊടുത്ത ഓർമ്മയുണ്ടോ? പക്ഷേ ലട്ട് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഗാമ 2.4 കൊടുക്കരുത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു കറക്റ്റ് CST എങ്ങനെ ചെയ്യാമെന്ന് വേണ്ടിയിട്ടാണ് ആദ്യം ഇത് പറഞ്ഞത്. സോ ലട്ട് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ഔട്ട്പുട്ട് ഗാമയിൽ എപ്പോഴും ബാക്കിയൊന്നും ചേഞ്ച് ചെയ്യേണ്ട. ഔട്ട്പുട്ട് ഗാമയിൽ എപ്പോഴും നിങ്ങൾ ഇങ്ങനെ സിനിയോൺ ഫിലിം ലോഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. നമ്മൾ ഗാമ 2.4ൻ്റെ മേളിൽ തന്നെ കാണുന്നതാണ്. സോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ കണ്ടോ കുറച്ചും കൂടി നമ്മൾ ഒരു ലോഗ് ഫോർമാറ്റിൽ തന്നെ നിൽക്കുവാണ്. കാരണം ലെറ്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഹൈ കോൺട്രാസ്റ്റ് ഒക്കെ ഉള്ള ലെറ്റാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു കൺട്രോൾ കിട്ടും. അതിനാണ് നമ്മളെപ്പോഴും സിനിയോൺ ഫിലിം ലോഗ് ഇടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലെറ്റ് ആഡ് ചെയ്യാം. സോ ലെറ്റ് ആഡ് ചെയ്യാനായിട്ട് ഈ ODT കഴിഞ്ഞാൽ ലാസ്റ്റ് നോഡിലാണ് ലെറ്റ് ആഡ് ചെയ്യുന്നത്. സോ ഏറ്റവും മേളിൽ നമ്മൾ മീഡിയ പോയിൻ്റെ അടുത്ത് ലട്ടിൻ്റെ ഫോൾഡർ ഉണ്ട്.
സോ ഇവിടെ ഇതെല്ലാം കാണുന്ന ലെറ്റാണ്. ഇപ്പോൾ ബ്ലാക്ക് മാജിക് ഡിസ്ക് സ്പെസിഫിക് ലെറ്റുണ്ട്. സോ ഞാൻ ഇവിടെ ഫിലിം ലുക്സ് എന്ന് പറയുന്ന ലെറ്റാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിനെ സെലക്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ മേളിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ കണ്ടോ നമുക്ക് ആ ഒരു ലെറ്റിൻ്റെ ഒരു പ്രിവ്യൂ ആയിട്ട് കാണാവുന്നതാണ്. സോ ഞാൻ എന്താണ്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടൊരു ലെറ്റ് ആഡ് ചെയ്യുവാണ്. ഞാൻ ഒരുപാട് വാമും അല്ല ഒരുപാട് കൂൾ ടോണും അല്ലാത്ത ഞാൻ എന്താണ്ട് ഈ ഒരു ലെറ്റ് ആഡ് ചെയ്യുവാണ്. ഇത് കണ്ടിട്ട് കൊള്ളാൻ തോന്നി. ഓക്കെ, നമ്മൾ ലെറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ലെറ്റ് ആഡ് ആവും. പിന്നെ ലെറ്റിൻ്റെ ഓപ്ഷൻ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ ഇപ്പം ലെറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത് കണ്ടിട്ട് വലിയൊരു ഒരു ഹൈ എൻ്റെ ഫേസൊക്കെ ഏകദേശം ഓവർ എക്സ്പോസ്ഡ് ആണ്. അത് വേറെ ഒന്നുമല്ല, ലേറ്റിൻ്റെ ഞാൻ ലേറ്റ് ചെയ്തതിൻ്റെ പ്രശ്നമാണ്. എൻ്റെ ഒരു ഫേസൊക്കെ ഇച്ചിരി ഒരു ഓവർ എക്സ്പോസ്ഡ് ആയിട്ടിരിക്കാൻ ഫുൾ സ്ക്രീനിൽ കാണിച്ചു തരാം. കണ്ടോ ഇപ്പം നിങ്ങൾക്ക് ഞാൻ ലോഗ് ഫുട്ടേജിൽ നിന്ന് കോൺട്രാസ്റ്റോ വേറെ ഒന്നും ചെയ്യാതെ തന്നെ ഈ ലെറ്റ് ആഡ് ചെയ്യുന്നുണ്ട് ഇത്ര ഒരു കോൺട്രാസ്റ്റ് ഒരു അത്യാവശ്യം ഒരു ലുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ലെറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇപ്പം ഞാൻ നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഫിൽറ്റേഴ്സ് എടുത്തില്ലേ, സോ ഫിൽറ്റേഴ്സിൻ്റെ ഒരു അപ്ഗ്രേഡ് വേർഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഹൈ ക്വാളിറ്റി വെർഷൻ ഫിൽറ്ററൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ക്വാളിറ്റി പറയാൻ സാധ്യതയുണ്ട്. പക്ഷേ ലെറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല, നമുക്ക് ക്വാളിറ്റി പറയാതെ തന്നെ നമുക്ക് ആ ഒരു കളർ തീമിൽ കിട്ടുന്നതായിരിക്കും. ലെറ്റ് നമ്മൾ മെയിൻലി ഉപയോഗിക്കുന്നത് തന്നെ നമുക്ക് ചില ഇപ്പം വാം ടോൺ കൂൾ ടോണൊക്കെ കിട്ടാനായിട്ട് കുറച്ചും കൂടെ നമുക്കൊരു ഗ്രേഡിൻ്റെ ലുക്ക് കിട്ടാനാണ് ലെറ്റ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. സോ ഞാൻ വേറെ അഡ്വൈസ് പറഞ്ഞുതരാം. നിങ്ങൾ കളർ ഗ്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം നിന്നിട്ടുണ്ടെങ്കിൽ ലെറ്റ് ഉപയോഗിച്ച് പഠിക്കരുത്. നിങ്ങൾ ആദ്യം സീസ്റ്റിനെ പ്രോപ്പറായിട്ട് ചെയ്തിട്ട് സീസ്റ്റി പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം IDT, അതിന് ശേഷം ബാക്കി നിങ്ങളുടെ ഗ്രേഡും ഞോടും കാര്യങ്ങളൊക്കെ അതിന് ശേഷം വേണം ചെയ്യാൻ. ഇത് കാര്യങ്ങളൊക്കെ എന്തായാലും ഫുൾ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തായിരിക്കും. സോ ഇങ്ങനെയാണ് നിങ്ങൾ വീഡിയോയിൽ ലെറ്റ് അപ്ലോഡ് ചെയ്യുന്നത്. സോ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഫൈനൽ ഗ്രേഡ് കൂടെ കഴിച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നതെന്നും കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. സോ ഇപ്പോൾ കണ്ടോ ലെറ്റ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കറക്റ്റ് ഗ്രേഡായി കഴിയുമ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. സോ കണ്ടോ ഇപ്പോൾ നമുക്കൊരു നല്ലൊരു കൂൾ ടോണിൽ തന്നെ നമ്മൾ ലെറ്റ് ആഡ് ചെയ്ത പോലെ തന്നെ നമുക്കൊരു കൂൾ ടോണിൽ ഒരു കൺട്രോളിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇതിപ്പം ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് നിങ്ങൾ നോട് കണ്ട് പേടിക്കണം, ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ IDT ആഡ് ചെയ്തു ഞാൻ പറഞ്ഞ പോലെ. എന്നിട്ട് ഞാൻ ഓഡിറ്റിംഗ് കൂടെ ആഡ് ചെയ്തു. പക്ഷേ എന്നിട്ട് ഞാൻ അതിനെ ഡ്രാഗ് ചെയ്ത് നേരെ ലാസ്റ്റ് വെച്ചിട്ട് ബാക്കി ഗ്രേഡിങ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിലാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. സോ ഓഡിറ്റ് കഴിഞ്ഞ് നമ്മൾ നേരത്തെ ആഡ് ചെയ്തിട്ട് തന്നെ ലെറ്റ് അവിടെ കിടപ്പുണ്ട്. ടോട്ടലി ഒരു 10 നോട്ട്സിലാണ് ഞാൻ ഈ ഗ്രേഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇത് നിങ്ങൾ ഇപ്പം ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒന്നും മനസ്സിലായി കാണത്തില്ല, ഇതെന്താണ് സംഭവം കറക്റ്റായിട്ടൊന്നും മനസ്സിലായെങ്കിൽ സാരമില്ല, ഞാൻ എന്തായാലും ഒരു ഫുൾ വീഡിയോ ചെയ്യുന്നുണ്ട്. സോ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും എല്ലാവർക്കും മനസ്സിലാവുന്നതായിരിക്കും. സോ ഞാൻ ജസ്റ്റ് കളർ ഗ്രേഡ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വെർഷൻ കൂടെ കാണിച്ചതേ ഉള്ളൂ. സോ നിങ്ങൾക്ക് എങ്ങനെ ലെറ്റ് ആഡ് ചെയ്യണം, പ്രോപ്പറായിട്ട് ലെറ്റ് ആഡ് ചെയ്യാമെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ കണ്ടോ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ ഈസി ആയിട്ട് ലെറ്റ് ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്രോപ്പർ വേ ലെറ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ലെറ്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇമേജ് ബ്രേക്കിംഗ് അല്ലെങ്കിൽ ഓവർ കോൺട്രാസ്റ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. സോ ഈ ഒരു പ്രോപ്പർ വേയിലാണെങ്കിൽ നിങ്ങൾക്ക് ലെറ്റിൻ്റെ കുറച്ചും കൂടെ കൺട്രോൾ കിട്ടുന്നതായിരിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് ഇതേപോലെ മോർ ഡാവഞ്ചി റിസോൾട്ടിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ ട്രോളിലേക്ക് ആണെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഞാൻ ഇനി ഇതേപോലെ മറ്റൊരു ഡാവഞ്ചി റിസോൾട്ടിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ ട്രോളിലും വീഡിയോ ആയിട്ടൊക്കെ വരുന്നവരെ ബൈ.